ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, ഉലുവ, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കൊടംപുളി, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവയും കൂടി ഇടണം. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളെ തക്കാളീൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ നമ്മൾ നല്ലൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ഞങ്ങൾ 3 ടേബിൾ സ്പൂൺ ആട്ടോ യൂസ് ചെയ്തത്. എരിവിന് പാകത്തിന് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിൻ്റെ അനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. മീൻ കറി ആകുമ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ ഒരു മസാലയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നവരെ, നമുക്ക് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് വിടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് നമുക്കിത് പേസ്റ്റാക്കി എടുക്കണം. നല്ല ഫൈൻലി പേസ്റ്റാക്കി എടുക്കണം. നമ്മളിപ്പോൾ അത് ചൂടാറിയതിന് ശേഷം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൺചട്ടിയിലേക്ക് ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ അത് എത്രയാണ് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ എടുത്തത് അതിൻ്റെ അളവിന് നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതിൻ്റെ അളവിന് നമ്മൾ വെള്ളം എടുത്തിട്ട് നമുക്ക് കൊടംപുളി, ഞാൻ ഇവിടെ 3 കൊടംപുളി കേട്ടോ യൂസ് ചെയ്തത്, എല്ലാം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഒട്ടും തേങ്ങ യൂസ് ചെയ്യുന്നില്ല, എന്നാലും നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ. അത്രയും നമ്മൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം എല്ലാം എടുക്കാൻ. നമ്മൾ പാകത്തിനുള്ള വെള്ളവും എല്ലാം എടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ കറി തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഫിഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ അയിലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല കട്ടിക്ക് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. മീനായതുകൊണ്ട് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ. അമ്മമാർക്ക് പിന്നെ ചൂട് പാത്രമൊക്കെ നിസ്സാരമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വറവിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കറിവേപ്പിലയൊക്കെ കൂടി ഇട്ടിട്ട്, ഉലുവ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഉള്ളിയൊക്കെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മളെ ക്രീമി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്